മൊബൈൽ ഫോണുകൾ വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഞാനിന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ഒരാണും പെണ്ണും ഒരേ മരത്തിന്റെ 2 കൊമ്പിലായിട്ട് തൂങ്ങിയാണ് ചത്തു രണ്ടാളും. എന്താ പ്രശ്നം? ആരാണതിലെ വില്ലൻ? മൊബൈൽ ഫോണാണ് വില്ലൻ. ഫോട്ടോ എടുത്തു, അത് മോർഫിങ്ങിലൂടെ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ചുംബന ദൃശ്യങ്ങളും നഗ്നരംഗങ്ങളുമൊക്കെ പരന്നപ്പോൾ മനം നൊന്തുകണ്ട് അതിൻ്റെതായ രൂപത്തിന് വിധേയരായ ഈ ചെറുക്കനും പെണ്ണും ഒരേ വൃക്ഷത്തിന്റെ 2 കൊമ്പുകളിൽ തൂങ്ങി മരിക്കേണ്ടി വന്നു. എന്താ കാരണം? പ്രവാസികളെ, വലിയ വലിയ ക്ലിയറുകളുള്ള ഫോട്ടോ എടുക്കാൻ ശേഷിയുള്ള മുന്തിയ തരം ഫോണുകളാണ് മക്കൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അവരത് ഉപയോഗപ്പെടുത്തുകയാണ്, അവരതുകൊണ്ട് സംസാരിക്കുകയാണ്. അതാ ഇസ്ലാം നിഷിദ്ധമാക്കിയ സംസാരങ്ങൾ. വിവാഹം നിശ്ചയിച്ചിട്ടേയുള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. ഭാര്യയെ കാണാൻ, പെണ്ണ് കാണാൻ ചെല്ലുന്ന ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടമായാൽ ആദ്യം കൊടുക്കുന്നതെന്താണ്? വാക്ക് കൊടുക്കുന്നതെന്താണ്? വിവാഹത്തിന്റെ ഉറപ്പ് കൊടുക്കുന്നതെന്താണ്? ഏറ്റവും മുന്തിയ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ഒരു ചിപ്പും സൗജന്യമായി കൊടുക്കുന്നു. ഇതാണ് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാ കൊടുക്കുന്ന സമ്മാനം. പണ്ടൊക്കെ മോതിരടലും വാച്ച് കെട്ടലും മിഠായി കൊടുക്കലൊക്കെ ആയിരുന്നു. ഇന്നതല്ല. ഇന്നൊരു മുന്തിയ ഫോണ്, ഒരു ചിപ്പ്. എന്നിട്ട് പിന്നെ സംസാരം. ഇവർക്ക് ഇനി ജീവിതത്തിൽ വിവാഹത്തിന്റെ ശേഷം ഒന്നും പറയണ്ടാവില്ല. വെറുതെ അങ്ങും തിരിഞ്ഞടക്കേണ്ടി വരും. അതിന്റെ മുമ്പ് പറയേണ്ടതൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം എല്ലാ ഫോണും വാങ്ങിക്കൊടുത്ത് മക്കൾക്ക് എല്ലാ രൂപത്തിലുള്ള സംവിധാനം വാങ്ങിക്കൊടുത്തു. രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്ന എപ്പോഴാണെന്നറിയോ? മകനെ വിളിച്ചു നോക്കുമ്പോ, മകളെ വിളിച്ചു നോക്കുമ്പോ മകള് പരിധിക്ക് പുറത്താകുമ്പോഴാണ് രക്ഷിതാക്കൾ കണ്ണു തുറക്കുന്നത്. ഇപ്പൊ എന്റെ മകള് റേഞ്ചിലെ പരിധിക്ക് പുറത്തല്ലോ, വേറെ പല പരിധിയുടെയും പുറത്താ ഇപ്പൊ മകളുള്ളത്, മകനുള്ളത്. സൂക്ഷിക്കണം. ജീർണതകൾ കുടിയേറുന്ന വഴിയാണിത്. ഈ സമൂഹം ശ്രദ്ധിക്കണം. ഇത് കൈകാര്യം ചെയ്യുന്നവർ ആലോചിക്കണം. അതിലൂടെ മ്യൂസിക് വളർത്തുന്നവർ, അതിലൂടെ നാടകം വളർത്തുന്നവർ, അതിലൂടെ സിനിമകൾ വളർത്തുന്നവർ, അതിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അതിലെ ബ്ലൂടൂത്തിലൂടെ മാലിന്യങ്ങൾ പ്രസരിപ്പിക്കുന്നവർ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. മാനവ സമൂഹത്തിന്റെ തന്നെ ശത്രുക്കളാണ്. മനസ്സിലാക്കണം. ഇന്റർനെറ്റ് യുഗങ്ങളിൽ അതാ പ്രവാസികൾ അവരെന്താ ചിന്തിക്കുന്നതറിയോ? ഞാനോ ഇന്റർനെറ്റിനെ പോയിട്ട് ഇന്റർന്ന് വരെ പറയാൻ എനിക്ക് ഇവരല്ല, എന്റെ മക്കളെങ്കിലും നന്നാവട്ടെ. അങ്ങനെ എല്ലാവരും വമ്പിച്ച പണം അയച്ചു കൊടുത്തു. മക്കൾ ഇങ്ങനെ നാട്ടിലെ കഫേകളിൽ പോകുമ്പോ ഉമ്മ വിചാരിച്ച് എന്റെ മോനൊക്കെ വളരെ ഉഷാറായി, എന്റെ മോളൊക്കെ വളരെ ഉഷാറായി. എന്താ ഇന്റർനെറ്റ്? രാത്രി നേരം പുലരുവോളം എന്റെ മകനും മകളൊക്കെ ഇന്റർനെറ്റിൽ തന്നെയാണ്. എന്താ എന്റെ കുട്ടിയുടെ ഒരു പഠനം എന്നാണ് ഈ വിഡ്ഢിയായ ഉമ്മ, ഈ വിഡ്ഢിയായ ഉപ്പ ചിന്തിക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ആ മേഖലയിലെ അപകടങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഒരു വിഷയം തന്നെ പ്രതിപാദിക്കാൻ എന്റെ സ്നേഹിതൻ UAE-യിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോളണം. എത്ര ഗൗരവത്തിലാണ്, എത്ര വലിയ തകർച്ചയിലേക്കാണ് ഈ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെകുത്താൻ അതിന്റെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴാണ് ഇതിനൊക്കെ എതിരെ തടയിടേണ്ടുന്ന ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവർ എല്ലാ രംഗത്തേക്കും ഇങ്ങനെ കളർ ഫോട്ടോ പെണ്ണിൻ്റെത് നൽകിയിട്ട് സിനിമാക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സംവിധാനം. കാര്യമായിട്ട് ജമാഅത്തുകാര് നാട്ടില് നോമ്പ് തോർപ്പിച്ചു. ആരനെ? സിനിമാക്കാരെ. എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നോമ്പ് ഉറപ്പിക്കുകയാണ്. എന്താ ഏറ്റവും വലിയ അവർ പറയുന്നത്? ഇസ്ലാമിക ദഅവത്തിന് പറ്റിയ നേരല്ലേ എന്നാണ്. മുമ്പർക്കണ നേരത്തെ ഇസ്ലാമിക ദഅവത്തിന് പറ്റിയ നേരാ. ഇവന്റെ ചായയും കുടിച്ച് അവര് പോയി എന്നല്ലാതെ അവിടെ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തോ ജമാഅത്തുകാരാ? പറഞ്ഞു കൊടുത്തില്ല. ഓണക്കിറ്റ് വിതരണം ചെയ്യും, ഓണാഘോഷം നടത്തും, ക്രിസ്തുമസ് ആഘോഷിക്കും, എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും പിന്നാലെ നിന്ന് കൊടുക്കും. എന്നിട്ട് പറയും ഇതൊക്കെ ദഅവത്തിന് പറ്റിയതാണ്. എന്നാൽ അതിനുവേണ്ടി വിളിച്ചു വരുത്തുന്നിടത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. അതാണ് സ്ഥിതി. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാസിഹിന്റെ ഗുണകാംക്ഷിയുടെ കുപ്പായവും ഇട്ടുകൊണ്ടാണ് പലരും ഇന്ന് സമൂഹത്തിൽ ഞങ്ങളാണ് സമഗ്രമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.